Hello, hi. Hello, dear students and parents. Welcome back to Test Europe EduNet. I am Dr. Titi Varghese, official education consultant for Indian students to study in Lithuanian private and public universities. Today, I am with Miss Dariana, who is the International Department Officer at SMK Kolegia, which is in Vilnius, the capital city of Lithuania. And today is April 11, 2025. From now on, I am going to speak in Malayalam, Dariana. Malayalam is the native language of my state, and it is quite similar to Sanskrit, okay? So, because we already gave the interview in English. So, dear students, I am Dr. Titi Varghese, official educational consultant for Indian students to study in Lithuanian universities, എല്ലാ യൂണിവേഴ്സിറ്റീസിൻ്റെയും ഒഫീഷ്യൽ കൺസൾട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഈ ചാനലും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഫസ്റ്റ് കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. എൻ്റെ വിവിധ സ്റ്റുഡൻസിൻ്റെ ഇൻ്റർവ്യൂസ് ഞാൻ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസിൻ്റെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് പ്രൈമറി ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അഡ്മിഷൻ വേണ്ട കുട്ടികളെ താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓൾറെഡി ഇംഗ്ലീഷിൽ ഞങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്തു ഓൾറെഡി, അതുകൊണ്ടാണ് ഞാനിപ്പം മലയാളത്തിൽ സംസാരിക്കുന്നത്. SMK കൊളീജിയയിൽ BSc ഇൻ്റർനാഷണൽ ബിസിനസ് ഉണ്ട്, നേഴ്സിംഗ് ഉണ്ട്, നമ്മുടെ വീഡിയോഗ്രാഫി പ്രോഗ്രാം ഉണ്ട്, അതുകൂടാതെ തന്നെ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ എസ്തെറ്റിക് പ്രോഗ്രാംസ് ഉണ്ട്, ഈ ബ്യൂട്ടി പാർലർ, ബ്യൂട്ടീഷ്യൻ കോഴ്സ്, അങ്ങനത്തെ പ്രോഗ്രാംസുകളൊക്കെ തന്നെയുണ്ട്. വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്, വലിയ ബിൽഡിങ്ങാണ്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങളതിൻ്റെ വീഡിയോസ് എടുത്ത് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. നിങ്ങളിതെല്ലാം കാണുക. പേരൻസും സ്റ്റുഡൻസും ദയവായിട്ട് ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ ഡെഡ്ലൈൻ ജൂലൈ 1, 2025 അത് പറയുന്നതിൻ്റെ റീസൺ പ്രധാനമായിട്ടും പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുന്നത് അടുത്ത മാസമാണല്ലോ, മെയ് മാസമാണല്ലോ. പക്ഷേ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പ്രഡിക്റ്റഡ് സ്കോർ വെച്ച് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് മെയ് മാസത്തിൽ റിസൾട്ട് വരും. അപ്പോൾ അതുവരെ ഡിലേ ആക്കാതെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. താഴെ തന്നിരിക്കുന്ന എൻ്റെ ലിത്വേനിയൻ വാട്സപ്പ് നമ്പറും ഉണ്ട്, ഇന്ത്യൻ വാട്സപ്പ് നമ്പറും ഉണ്ട്. നിങ്ങൾക്ക് രണ്ട് നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത 50% മിനിമം മാർക്ക് നിങ്ങൾക്ക് മതി. വേറെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും 60, 65, 68, 63% ഒക്കെ വേണം. നമുക്കിത് പ്രൈവറ്റ് കോളേജാണ്. അവരുടെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്. സ്റ്റുഡൻസിന് 2 തരത്തിലെ സ്കോളർഷിപ്പ് സ്കീമുകളുണ്ട്. മെയിൻലി യൂറോപ്യൻ യൂണിയൻ്റെയാണ് കേട്ടോ. ഒന്ന് സ്റ്റഡീസിനും, ഒന്ന് 6 മാസം സ്റ്റഡീസിനും, മറ്റൊന്ന് 6 മാസം ഇൻറ്റേൺഷിപ്പിനും വേണ്ടി. ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ വരുന്ന വഴിക്ക് തന്നെ എനിക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിനൊക്കെ ഉണ്ട്. എൻ്റെ കുട്ടികൾ അവിടേക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരിപ്പോൾ ഇവിടെ ഇല്ലാത്തത്. അപ്പോൾ എന്ത് തന്നെ ആയാലും 50% മാർക്ക് നിങ്ങൾക്ക് പ്ലസ് ടുവിന് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വേണ്ട ബാച്ചിലർ പ്രോഗ്രാംസിന് കൊടുക്കാൻ സാധിക്കും. ഏജ് ലിമിറ്റ് ഇല്ല. പക്ഷേ എന്ന് കരുതി നിങ്ങളുടെ പ്ലസ് ടു പഠനത്തിന് ശേഷം 6 വർഷം മുതൽ 7 വർഷം വരെ മാക്സിമം ഇവർ ഗ്യാപ്പ് സമ്മതിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് സ്റ്റഡിയുമായിട്ട് 6 വർഷത്തിൽ കൂടുതൽ ഗ്യാപ്പ്, അല്ലെ 7 വർഷത്തിൽ കൂടുതൽ ഗ്യാപ്പേ പറ്റുള്ളൂ. മൈഗ്രേഷന് വേണ്ടി അഡ്മിഷൻ എടുക്കാനായിട്ട് വരുന്ന സ്റ്റുഡൻസിനെയും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. 2 വർഷത്തെ ടെമ്പററി റെസിഡൻസ് പെർമിറ്റാണ് നിങ്ങൾക്ക് തുടക്കത്തിലേ തന്നെ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് തേർഡ് പാർട്ടി ഒന്നും സാധിക്കത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നാട്ടിലുള്ള പല ഏജൻസികളും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ അത് അങ്ങനെ ചെയ്താൽ റിജക്ഷൻ ആവത്തുള്ളൂ. അതല്ല, ജെനുവിനായിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി പർപ്പസ് മെയിൻലി സ്റ്റഡി തന്നെ ആയിരിക്കണം. വിസിറ്റിംഗ് പർപ്പസ് 2 വർഷത്തെ TRP. ഒരാഴ്ചയെ 40 മണിക്കൂർ നിങ്ങൾക്ക് ലീഗലി പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. പക്ഷേ പാർട്ട് ടൈം ചെയ്ത് സമയം കളഞ്ഞ് ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DBAR വരും. DBAR വന്ന് പിന്നെ TRP ഒക്കെ ക്യാൻസലാകും. 50% മിനിമം പെർസെൻറ്റേജ് നിങ്ങൾക്ക് പ്ലസ് ടു തലത്തിലുണ്ടായിരിക്കണം. ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. യൂണിവേഴ്സിറ്റി തരേനൊക്കെ ഇൻ്റർവ്യൂ എടുക്കും. ആ ഇൻ്റർവ്യൂ നിങ്ങൾ പാസ്സാവുക, അറ്റൻഡ് ചെയ്യുക. അതേപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഓഗസ്റ്റ് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ലാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോഴേ ആ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഡൽഹി VFS ഓഫീസിൽ അപ്പോയിൻമെൻറ്റ് ടൈം കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ഹാർഡ്. സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. വിവിധ കോഴ്സസിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് നിങ്ങളുടെ ക്ലാസ്സിലാണ്. ക്ലാസ് റൂമിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. I think approximately nearly 50, no, not 50, yes? I think 100 students can sit in one class. So like this we have many classrooms, okay? And the main classroom facilities are, sometimes the students are a bit delayed to come to Lithuania, to land in Lithuania. So in that case,
We have different options to study online also, but all the time university is asking for the students to come directly and study here so that you will have more experience and knowledge and expertise. Yes, and also immigration department only allows to keep TRP in case the student is attending lectures physically here. Uh-huh. The online students cannot receive TRP. Like they can receive it for the purposes, they can study online until they receive TRP, and then arrive here to study physically here on campus, but they cannot stay with the TRP studying online. Yeah. I got the point. Okay, so dear students and parents, TRP കിട്ടി ഇവിടെ നിങ്ങൾ എത്തി ഇവിടെ നന്നായിട്ട് പഠിക്കുക അതുവരെ ഓൺലൈനിൽ പഠിക്കാനായിട്ട് ഇവർ സമ്മതിക്കും. സോ ടിൽ ദെൻ ദർ ആർ ഫ്ലെക്സിബിലിറ്റി ദാറ്റ് ദ സ്റ്റുഡൻറ്റ് ക്യാൻ സ്റ്റഡി ഓൺലൈൻ. Yes, but they need to be really responsible with that, make sure that connection is stable, and make sure that they have all the materials to study, because if the excuses of them not knowing doesn't work here. That doesn't work here, and not only here, in every university. So please, students and parents, we are waiting for you, and welcome to Lithuania. Welcome to Lithuania. Welcome to Lithuania. Thank you.